ഹലോ, ഞാൻ രശ്മി ദീപു. നോക്കിക്കേ, കണ്ടോണേ, ഒരു സാധനത്തിനെ കാണിച്ചു തരാമേ. രാവിലെ വീട്ടിൽ വന്നതാ, കണ്ടോ? ദോ ഇരിക്കുന്നു അബിയാസി. നോക്കിക്കേ, അതിൻ്റെ ഓരോ അഭ്യാസങ്ങൾ. കമ്പൊടിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. കാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് നമുക്ക് ശല്യം ചെയ്യുമെന്തോ. ഞാൻ കേട്ടിട്ടുണ്ട്, ദൂരെ നിന്ന് കാണാനൊക്കെ ഇതിനൊക്കെ ഒരു കൗതുകവും കാര്യങ്ങളും. നോക്കും, വാ വിളിക്കുന്നുണ്ടോ. പക്ഷേങ്കിൽ ഭയങ്കരമായിട്ട് നാശം ചെയ്യും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ത് നമ്മുടെ വീട്ടിനകത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങോ സവോളയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും. വിളിക്കുന്നു, ചാടി നടക്കടാ കുട്ടിരാമ, അങ്ങനെ മറിയടാ, കർണം മറിയടാ, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. എൻ്റെയൊക്കെ കൊച്ചിലെ നമ്മുടെ വീട്ടിൽ ഇതിനെയൊക്കെ കൊണ്ടുവരുമായിരുന്നു. കുഞ്ഞ് ഇരിക്കുന്നാണ്ട് പോകുന്നുണ്ടോ? വന്നു, സിറ്റ് ഔട്ടിൽ വന്നിരുന്നു കേട്ടോ. നിങ്ങളുടെ വിക്കിക്കാണെങ്കിൽ ആകെപ്പടെ കലിപ്പ് അതിനെ കാണുന്നത്. നോക്കിക്കേ, അവിടെ വന്നിരിപ്പുണ്ട്. ഈ കാക്ക ഇതിന് ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട് കേട്ടോ, കാരണം ഇതിനെ ഞോടുന്നുണ്ട്. ഇത് ഞങ്ങളുടെ വിക്കി മോളാണ് കേട്ടോ, ലാസാപ്സോ ബ്രീഡാണേ. വേറൊരു ദിവസം വരാൻ വിക്കിയുടെ വീഡിയോ എടുക്കാവേ. അവൾക്ക് ആകെപ്പാടെ കലിപ്പാവും. കാക്ക ഞോടും. നോക്ക്, വിക്കി അടുക്കിലോട്ട് വരുന്നുണ്ടോ അത്? അമ്മേ, എനിക്ക് വയ്യ. നോക്ക്, ഒരു കുരങ്ങനും ഒരു പട്ടിയും കൂടെ നോക്കിയിരിക്കുന്നു. അയ്യോ, നമ്മുടെ പൂർവികരെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിന് റെസ്പെക്റ്റ് ഒന്നും കൊടുക്കാൻ പോകണ്ട. വല്ല മാന്തോ കടിക്കോ വല്ലതും ചെയ്തെങ്കിൽ എന്നാ ചെയ്യുമെന്നേ. അത് കുറച്ച് മാറി നിന്നൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. എനിക്ക് പേടിയാണ്, ഉള്ള കാര്യം പറയാം. അയ്യോ, അടുക്കള വാതിൽക്ക് വന്നു കണ്ടോ. അയ്യോ, ഞാനാണെങ്കിൽ താഴെ ചെന്ന് എല്ലാം അടച്ചിട്ടു. നോക്കി ഒരു ടീഷർട്ടും കൊണ്ട് പോയത് കണ്ടോ. എന്നാ കാണിക്കാനാണോ ടീഷർട്ട്? നോക്കിക്കേ, അഭ്യാസം എന്നാ കാണിക്കുന്നതെന്ന്. ഒത്തു. വെയിലൊക്കെ ഉണ്ടല്ലോ അല്ലേ, അതും കിട്ടാലോ. ഏതായാലും ആ ടീഷർട്ടും കൊണ്ട് വലിയ പരിപാടികളാണ് കാണിക്കുന്നത്. നോക്കിക്കേ, അയ്യോ, ഒന്നും പറയണ്ട. നോക്കുക കേട്ടോ, അതെങ്ങനെയെങ്കിലുമൊക്കെ ഇടാൻ പറ്റുമോ നോക്കുക. ബട്ടൺസൊക്കെ പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. വലിയ പരിപാടിയാണ്, നോക്കിക്കേ. ഉപേക്ഷിച്ചോ? ഇല്ല, പിന്നെ നോക്കുന്നുണ്ട് ഇടാൻ വേണ്ടിയിട്ട്. അത് ഇട്ടേച്ച് പോയി കേട്ടോ. അയ്യോ, ദേ നോക്ക് എന്തി. അമ്മേ, ദേണ്ടേ അടുത്തു. ചാടി. വേറെ എങ്ങും ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല. നോക്ക്, എൻ്റെ കാറിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, എന്തോ അവസ്ഥയൊക്കെയാണ് നോക്കിക്കേ. നോക്കുന്ന ഓട്ടം കണ്ടോ. ഈശ്വരാ, ജനല് തുറന്ന് കിടക്കുന്നു. അടച്ചേക്കാം. രക്ഷപ്പെട്ടാതെ നമുക്ക് ക്ലോസ് ചെയ്തു. നോക്കുമോ എന്നാ ചെയ്യേണ്ടതെന്നല്ലേ. അയ്യോ, ആടെ പോന്നു. ചൊറിയുന്നു, മാന്തുന്നു. വല്ലതും നടക്കുമോ? വേഗം പോവും. മുറ്റത്തിറങ്ങാൻ പോകണോ?
അതേ വന്നിരിക്കുന്നു ബാൽക്കണി വീണ്ടും അങ്ങോട്ട് പോകാൻ പോവാ. ഞാൻ വീടിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുക കേട്ടോ. ചേട്ടാ ഇതെന്തൊരു കഷ്ടമാണ് ഇത്. ആണ്ട് പോന്നു അങ്ങ് പോകുമായിരിക്കാം. കാക്ക ഞോടുന്നുണ്ട് കേട്ടോ. അയ്യോ അത് കഷ്ടമല്ലേ. ആ നോക്കിക്കേ, അനന്തശയനം എൻ്റെ കാറിൻ്റെ മണ്ടയ്ക്ക് കാലൊക്കെ നീട്ടി വെച്ച്. അയ്യോ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോകണോ? അത് കൊള്ളാം. ചേടാ അയ്യോ നോക്കട്ടെ. ഇതോ ഗ്ലാസ്സിൽ കൂടെ അത് സ്ലൈഡ് ചെയ്യുക. ആ നോക്കിക്കോ മമ്മി. എങ്ങോട്ട് പോകണം? ചാടണമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുക. ഇതേ ചാടാനാടി, ഇതേ ചാടാനാടി. ഇതേ ചേട്ടാ ഇതെന്തൊരു കഷ്ടമാണ് ഇത്. അവിടെ കിടക്കാൻ പോവാണോ? ആ എന്നാൽ അവിടെ കിടന്നോ കേട്ടോ, ഞാൻ പോവാം. ബൈ ബൈ.